നമ്മളെല്ലാവരും തന്നെ ഇതുപോലെയുള്ള നാർസിസവുമായിട്ട് ബന്ധപ്പെട്ട് അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടുമുള്ള വീഡിയോസ് കാണുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി തിരിച്ചറിയുന്നത് അല്ലേ. ഇത് തിരിച്ചറിയുന്നത് വഴി നമുക്ക് ബൗണ്ടറീസ് വയ്ക്കാനും നമ്മളുടെ ലൈഫിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ചോയ്സസ് എടുക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു കാര്യത്തിൽ ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ബോധി ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ഓൺലൈനിൽ കാണുന്ന പല ഹാൻഡിൽസും പല പേജസും പല ചാനൽസും അൺഎത്തിക്കലായിട്ടുള്ള രീതിയിൽ ഈ സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തെല്ലാമാണ് മറ്റ് പല ചാനൽസും അല്ലെങ്കിൽ മറ്റ് പല പേജസും പല ഹാൻഡിൽസിലും കാണുന്ന അപകടകരമായിട്ടുള്ള അൺഎത്തിക്കലായിട്ടുള്ള രീതികൾ എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ ആരെയും ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടല്ല, വ്യൂവേഴ്സിന് കുറേയും കൂടി എത്തിക്കലായിട്ടുള്ളൊരു പ്രാക്ടീസ് എന്താണ് സൈക്കോളജിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഏതൊരു ശാസ്ത്രത്തിനും അതിൻ്റേതായിട്ടുള്ള എത്തിക്സ് ഉണ്ടല്ലേ. ഇപ്പോൾ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള എത്തിക്സ് ഉണ്ട്. അതേപോലെ തന്നെ മനഃശാസ്ത്ര മേഖലയ്ക്കും അതിൻ്റേതായിട്ടുള്ള എത്തിക്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു എത്തിക്കലായിട്ടുള്ളൊരു പ്രാക്ടീസ് എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് വ്യൂവേഴ്സിന് കുറച്ചും കൂടി ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ അർത്ഥമാക്കുന്നത്. എല്ലാവർക്കും ബോധിയിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് അവയർനെസ് എന്നുള്ളത്. പലപ്പോഴും നിർബന്ധമായിട്ടും നമ്മളുടെ ഒരു ഹീലിങ്ങിലേക്കും മുൻപിലേക്ക് പോകുമ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് എന്നുള്ള രീതിയിൽ ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയിലേക്കും വളരെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് എന്നുള്ളത്. എന്നാൽ ആ ഒരു അവയർനെസ് കിട്ടുക എന്നുള്ളതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് എത്തിക്കലായിട്ടുള്ള ഒരു രീതിയിലാണോ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത്. അതായത് അതിനെ നമ്മളൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു കണ്ണുകൊണ്ട് നോക്കി കാണുമ്പോൾ എത്രത്തോളം നമ്മൾ അതിലേക്ക് എത്തിക്കലായിട്ടുള്ള രീതിയിലാണ് അതിനെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം ഏറ്റവും ആദ്യം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണുന്ന ഒരു പോയിൻ്റാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് എന്നുള്ളത്. അതായത് ക്ലിനിക്കൽ ടേംസ് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് എത്തിക്കലായിട്ടുള്ള ഒരു രീതിയിലാണോ ആ ടേംസ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതായത് മാനസികമായിട്ടുള്ള രോഗം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പൗരാവകാശം എന്നുള്ളത് അവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. എന്താണത്? അങ്ങനൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് അവിടുത്തെ ഒരു പൗരാവകാശം എന്നുള്ളതാണ് ഒരു വ്യക്തിയെയും അയാളുടെ സമ്മതമില്ലാതെ നമുക്ക് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇന്നൊരു പ്രശ്നമാണ് എന്ന് നമുക്ക് ലേബൽ ചെയ്യാനോ ഡയഗ്നോസ് ചെയ്യാനോ സാധിക്കില്ല. അത് അൺഎത്തിക്കലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അമിതമായിട്ട് അങ്ങനെയുള്ള ഡിസോർഡർ എന്നുള്ള രീതിയിൽ അതിനെ കാണുന്നതും അതിനെ നെയിം ചെയ്യുന്നതും തെറ്റാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ NPD എന്നുള്ളൊരു വാക്ക് ഞാൻ കൂടുതലായിട്ടും ഉപയോഗിക്കാതിരിക്കുന്നത്. കാരണം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ലേബൽ മാത്രമല്ല, ഒരു ഡയഗ്നോസിസ് ആണ്. ആ ഒരു ഡയഗ്നോസിസ് എന്നുള്ളത് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ അല്ല നൽകുന്നത് എന്നുണ്ടെങ്കിൽ അതിന് അവിടെ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇന്നൊരു ബന്ധുവിന്, എൻ്റെ ഇന്നൊരു ഫ്രണ്ടിന്, എൻ്റെ ഇന്നൊരു വർക്ക് പ്ലേസിലുള്ളൊരു വ്യക്തിക്ക്, എനിക്കറിയുന്ന ഇന്നൊരാൾക്ക്, അല്ലെങ്കിൽ നമ്മൾ മീഡിയയിൽ കാണുന്ന ഇന്നൊരു വ്യക്തിക്ക്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇന്നൊരു വ്യക്തിക്ക് NPD ആണ്, അല്ലെങ്കിൽ അവർക്ക് ബൈപ്പോളറാണ്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്നൊക്കെ പറയുന്നത് എത്തിക്കലി തെറ്റാണ്. അത് ശരിയല്ല. അതിൻ്റേതായിട്ടുള്ള എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ടേംസ് ഉപയോഗിക്കുന്നത് നിയമപരമായിട്ട് അത്ര ഒരു നല്ലൊരു പ്രാക്ടീസ് അല്ല. അവിടെ നമ്മളെപ്പോഴും പറയാറുള്ളത് നാർസിസത്തിനെ പറ്റി പറയുമ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള പ്രവണതകളുണ്ട്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി സ്റ്റൈലാണ്, അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാറ്റേൺസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്വഭാവരീതി കാണുന്നുണ്ട് എന്ന് പറയുന്നതും ഒരു ഡയഗ്നോസിസ് അവിടെ യൂസ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലേ. അങ്ങനെ ഒരു സ്വഭാവരീതി ഉണ്ട് എന്ന് പറയുന്നതിന് പകരം NPD ആണ് എന്ന് പറയുന്നതിനെ ഞാൻ തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവണതയാണ്. നമുക്കങ്ങനെ എല്ലാവരെയും വെറുതെ കയറി ഡയഗ്നോസ് ചെയ്യാനൊന്നും സാധിക്കില്ല, പ്രത്യേകിച്ചും ആ വ്യക്തിയുടെ സമ്മതമില്ലാതെ. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന അൺഎത്തിക്കലായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് അതുപോലെ തന്നെ ഡിസോർഡേഴ്സിൻ്റെ അല്ലാതെ നമ്മൾ കാണുന്ന അസുഖങ്ങളുടെയും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെയും അൺഎത്തിക്കലായിട്ടുള്ള രീതിയിൽ സാങ്കല്പികമായിട്ടുള്ള പദങ്ങളുടെ ഉപയോഗം എന്നുള്ളത്.
പലപ്പോഴും പോപ്പ് സൈക്കോളജി എന്നുള്ളതിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻസ് നമ്മൾ കാണാറുണ്ട് അല്ലേ. പലപ്പോഴും ഒരു ലൈഫ് കോച്ച് എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഒരു അബ്യൂസിൻ്റെ സർവൈവർ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ അതിന് നാർസിസം എക്സ്പേർട്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ഒരുപാട് പേരുടെ വീഡിയോസ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. പക്ഷേ അവരൊക്കെ അവരങ്ങനെ വീഡിയോസ് ഇടുന്നതിൽ ഒരു തെറ്റുമില്ല, അത് അവനവൻ്റെ ചോയ്സാണ് അല്ലേ. എഗെയിൻ അത്തരം കാര്യങ്ങളെപ്പറ്റി ഒരുപാട് പേരിലേക്ക് അവയർനെസ് എത്തുന്നത് വളരെ നല്ലൊരു കാര്യവുമാണ്. പക്ഷേ അവിടെ സാങ്കല്പികമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഉദാഹരണത്തിന് നാർസിസ്റ്റിക് അബ്യൂസ് വിക്ടിം സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോം ഉള്ളതായിട്ട് ICDയിലോ DSMലോ വ്യക്തമാക്കുന്നില്ല. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള മാനസികമായിട്ടുള്ള രോഗങ്ങളെ പറ്റിയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മൾ ICD എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഉപയോഗിച്ചും DSM എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടുമാണ്. ഈ രണ്ട് ക്ലാസിഫിക്കേഷനിലും കാണാത്ത ഒരു പദമാണ് നാർസിസ്റ്റിക് അബ്യൂസ് വിക്ടിം സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ടേം ഉപയോഗിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാരും മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് അല്ല അല്ലേ, അവർ സാധാരണക്കാരാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇത് കാണുമ്പോൾ അയ്യോ എനിക്ക് ഈ സിൻഡ്രോം ആണല്ലോ എന്ന് വിചാരിക്കും. എനിക്ക് എന്തോ ഒരു സിൻഡ്രോമാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ അബ്യൂസിൽ നിന്നതുകൊണ്ട് എന്തൊക്കെയോ സിൻഡ്രോം വന്നു എന്നുള്ള ഒരു ഭയപ്പാടാണ് അവരിൽ അതുണ്ടാക്കുക. ക്ലാരിറ്റി വേണം എന്നുള്ളതിൽ തെറ്റില്ല, പക്ഷേ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത് തെറ്റാണ്. അവിടെയാണ് ട്രോമയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ അബ്യൂസ് നേരിടുന്ന വിക്ടിംസിൽ കാണുന്ന പ്രോബ്ലംസ് ഇന്നതൊക്കെയാണ് എന്ന് പറയുമ്പം അതിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു അബ്യൂസ് വിക്ടിം സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോം ഒന്നും നമ്മൾ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ടേംസ് അല്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ സമീപിച്ചിട്ട് പറയുകയാണ് എനിക്ക് നാർസിസ്റ്റിക് അബ്യൂസ് വിക്ടിം സിൻഡ്രോം ആണ് എന്ന് പറയുമ്പോൾ ആ കാണുന്ന മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ അവരെ കുറ്റപ്പെടുത്താനാണ് സാധ്യത. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, അങ്ങനൊരു സാധനമൊന്നുമില്ല, നിങ്ങളിതൊക്കെ എവിടെ നോക്കിയാൽ പഠിച്ചത്? അപ്പോൾ അവർ പറയും ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടതാണ്. അപ്പോൾ അവർ ചോദിക്കും ഉടനെ തന്നെ യൂട്യൂബിൽ കാണുന്നതൊന്നും ശരിയല്ല. അതായത് ഇവർക്ക് ഹെൽപ്പ് കിട്ടേണ്ടുന്ന വ്യക്തിയുടെ അടുത്തുനിന്ന് തന്നെ അവർക്ക് ഹെൽപ്പ് കിട്ടാതെ പോകും. അവിടെയാണ് ഇത്തരം ടേംസ് മാറ്റി വെച്ചുകൊണ്ട് അവരങ്ങനെ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് തിരിച്ചറിയുന്ന പദങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അവിടെ പലപ്പോഴും അബ്യൂസീവായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇത്ര നാൾ നിന്നതുകൊണ്ട് എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതി. കാരണം അത് കുറച്ചും കൂടി പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പദമായതുകൊണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു വാക്കാണ് വിക്ടിം തെറാപ്പി എന്നുള്ളത്. നാർസിസ്റ്റിക് അബ്യൂസ് വിക്ടിം തെറാപ്പി അല്ലെങ്കിൽ വിക്ടിം സിൻഡ്രോം തെറാപ്പി എന്നത്. അങ്ങനൊരു തെറാപ്പിയൊന്നും ഇവിടെ ശരിക്കും നമുക്ക് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള തെറാപ്പി? എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ നിരന്തരം അവിടെ റിസർച്ചുകളൊക്കെ ചെയ്തതിന് ശേഷം ഗവേഷണങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് പ്രഖ്യാപിതമായിട്ട് നിലനിൽക്കുന്ന തെറപ്പി രീതികളാണ്. ഉദാഹരണത്തിന് CBT, DBT, അല്ലെങ്കിൽ ബിഹേവിയറൽ തെറാപ്പി, അല്ലെങ്കിൽ ട്രോമ തെറാപ്പി, ഗ്രീഫ് തെറാപ്പി, ഇതൊക്കെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള തെറാപ്പികളാണ്. ഇപ്പോൾ അതിൽ തന്നെ നമ്മൾക്ക് EFT ഉണ്ട്, EMDR ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് തെറപ്പി രീതികളുണ്ട്. സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ബ്രീഫ് സൈക്കോ തെറാപ്പി ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി തെറാപ്പി ഉണ്ട്, കപ്പിൾസ് തെറാപ്പി ഉണ്ട്. ഇങ്ങനെയുള്ള തെറാപ്പികളുടെ പേര് പറയുമ്പോഴത്തേക്കും അത് അംഗീകൃതമായിട്ടുള്ള പേരുകളാണ്. അതല്ലാതെ നാർസിസ്റ്റിക് അബ്യൂസ് വിക്ടിം തെറാപ്പി എന്നുള്ളൊരു തെറാപ്പിയൊന്നും നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിലും കാണാനായിട്ട് സാധിക്കില്ല. അവിടെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് തെറാപ്പി കൊടുക്കില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? ഒരിക്കലുമല്ല. നാർസിസ്റ്റിക് ആയിട്ടുള്ള അബ്യൂസ് നേരിടുന്ന വ്യക്തികൾക്ക് തെറാപ്പി അത്യാവശ്യമാണ്. അവിടെ അവർക്ക് ഹെൽപ്ഫുൾ ആവുന്നത് പലപ്പോഴും ട്രോമ തെറാപ്പിയുടെയും ഗ്രീഫ് തെറാപ്പിയുടെയും ഒക്കെ കമ്പോണൻസ് നമ്മൾ ക്ലിനീഷ്യൻ്റെ യുക്തിക്കനുസരിച്ച് ആഡ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അതായത് ഇങ്ങനെയുള്ള യൂട്യൂബിലെ വീഡിയോസൊക്കെ പറയുമ്പോൾ ഒരു പേര് പറയുമ്പോഴാണല്ലോ ആളുകൾക്ക് ആ ഒരു തെറപ്പിയിലേക്ക് എത്താൻ സാധിക്കുന്നത്. അതിനായിരിക്കാം അങ്ങനെയുള്ള മെയ്ഡപ്പ് ആയിട്ടുള്ള ടേംസ് ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള ടേംസ് ആളുകൾക്ക് ഹെൽപ്ഫുൾ അല്ലല്ലോ ശരിക്കും, അല്ലേ? അവിടെ കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക, നമുക്കൊരു ക്ലിനീഷ്യൻ എന്നുള്ള രീതിയിൽ, ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു ബാധ്യതയുണ്ട് പ്രൊഫഷണലായിട്ടുള്ള, എത്തിക്കലായിട്ടുള്ള, സയൻറ്റിഫിക് ആയിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ. ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് കൂടുതൽ ആളുകൾ അതിലേക്ക് വർക്ക് ചെയ്യുമ്പോഴാണ് അതിന് സാധിക്കുക എന്നുള്ളൊരു ഒപ്പീനിയനും എനിക്ക് ആ കാര്യത്തിലുണ്ട്. അടുത്തതായിട്ട് മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ വളരെ ക്രൂരന്മാരായിട്ടും വളരെ മോശപ്പെട്ട വ്യക്തികളായിട്ടും വെറുക്കപ്പെടേണ്ട വ്യക്തികളായിട്ടും പോർട്രേ ചെയ്യുന്ന തരം വീഡിയോസും അങ്ങനെയുള്ള കണ്ടൻറ്റും.
ഞാൻ ഒരിക്കലും എതിർത്ത് പറയില്ല, നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല, ആളുകളിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ ചെറുതൊന്നുമല്ല, വിക്ടിംസിൽ ഉണ്ടാക്കുന്ന ട്രോമ എന്ന് പറയുന്നതിൻ്റെ എക്സ്റ്റെൻറ്റ് അത്രയും ആഴത്തിലുള്ളത് തന്നെയാണ്. ഇതിലൊന്നും ആർക്കും ഒരു സംശയമില്ല. പക്ഷേ നമ്മൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളെ പറ്റി പറയുന്നത് അവരെ ഒരു ഭയങ്കര ഭീകരന്മാരായിട്ട് ചിത്രീകരിക്കുമ്പോൾ വിക്ടിംസിന് അത് ഹെൽപ്പ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അവർ കൂടുതൽ ഡിസ്റെഗുലേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യമാണ് ആളുകൾ വളരെ പാനിക്കായിട്ട് സെഷൻസ് എടുക്കുക എന്നുള്ളത്. അയ്യോ, ഞാൻ കുറേ വീഡിയോസ് കണ്ടു, എനിക്ക് പേടിയാവുന്നുണ്ട്, ഇനി എൻ്റെ എന്തെങ്കിലും പ്രശ്നം വരുമോ, എന്തെങ്കിലും ആവോ, എനിക്ക് പേടിയാണ് എന്നുള്ള രീതിയിൽ വളരെ ഭയപ്പാടോടുകൂടിയാണ് പലപ്പോഴും വീഡിയോസ് പലതും കണ്ട് ആളുകൾ പാനിക്കായിട്ടുള്ളൊരു സ്പേസിലേക്ക് എത്തുന്നുണ്ട്. അത് അവരുടെ മെൻ്റൽ ഹെൽത്തിന് അത്ര നല്ലൊരു കാര്യമല്ലല്ലോ. അതുകൊണ്ടാണ് പലപ്പോഴും വളരെ പക്വതയോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടുന്നത് എന്നുള്ളൊരു ഫാക്ടർ അവിടെ നമുക്ക് സിഗ്നിഫിക്കൻ്റായിട്ട് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. അവിടെ ആളുകൾക്ക് അതിന് ക്ലാരിറ്റി വേണം എന്നുള്ളതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഭയപ്പാടുണ്ടാക്കുന്ന രീതിയിലും പരസ്പരമുള്ള ഒരു വെറുപ്പും ദേഷ്യവും വളർത്തുന്ന രീതിയിലുമുള്ളൊരു കണ്ടൻറ്റ് അവിടെ ഉപയോഗിക്കുന്നത് ഒരിക്കലും ഹെൽപ്ഫുൾ അല്ല. ആളുകൾക്ക് കുറേയും കൂടി ഒരു പരിഹാരമാർഗം തേടാവുന്ന രീതിയിലും മനസ്സമാധാനമായിട്ട് ഡീൽ ചെയ്യാവുന്ന രീതിയിലും ഉള്ളൊരു കണ്ടൻറ്റാണ് പലപ്പോഴും അവിടെ ഹെൽപ്ഫുൾ ആവുന്നത്. നാലാമതായിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടറാണ് അവിടെ നാർസിസം എന്ന് പറയുന്നൊരു കാര്യത്തിൻ്റെ അഡാപ്റ്റീവായിട്ടുള്ള വശങ്ങളെ പറ്റിയിട്ട് ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത്. ഇപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും വീഡിയോസിൽ പറയാറുള്ള ഒരു കാര്യമാണ്, അവർ നാർസിസ്റ്റിക് ആവുന്നതിന് അവർക്ക് അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്, അവർക്കത് കിട്ടട്ടെ. നമ്മൾ പക്ഷേ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മളുടെ ട്രോമയിൽ വർക്ക് ചെയ്യുക, നമ്മളുടെ മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുക, നമ്മൾ ബൗണ്ടറീസ് വെച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വേണ്ടത് എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതിൻ്റെ റീസൺ, തീർച്ചയായിട്ടും നാർസിസത്തിന് അതിൻ്റേതായിട്ടുള്ള അഡാപ്റ്റബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും അത് ആളുകളെ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ആ ഒരു സർവൈവൽ രീതി ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ അവർ കഷ്ടപ്പെട്ടു പോയേനെ, പണ്ടേ അവർ ഇതിനേക്കാളും വലിയ മാനസികമായിട്ടുള്ള രോഗങ്ങൾക്ക് അടിപ്പെട്ടു പോയേനെ. ആ ഒരു രീതിയിൽ നോക്കുമ്പം ആ നാർസിസം എന്നുള്ളത് അവരെ സർവൈവ് ചെയ്യാൻ സഹായിച്ചൊരു മുഖംമൂടിയാണ്. അതിൻ്റേതായിട്ടുള്ള അഡാപ്റ്റീവായിട്ടുള്ള വശങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നമുക്കതിൻ്റെ ഒരു ബിഗ്ഗർ പിക്ചർ നമ്മൾ കണ്ടേ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയട്ടെ, അതൊരിക്കലും നിങ്ങളുടെ ട്രോമയെ ഇൻവാലിഡേറ്റ് ചെയ്യാനല്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ ട്രോമ സഹിക്കണം എന്നല്ല, അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇനിയും സഫർ ചെയ്യണം എന്നുള്ളതല്ല. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ചൂസ് ചെയ്യാനായിട്ടുള്ള അവകാശവും ഉണ്ട്. ഒരൊറ്റ രീതിയിൽ മാത്രം കാര്യങ്ങളെ നോക്കിക്കാണുന്നത്, വളരെ റിജിഡായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവിലൂടെ മാത്രം സംസാരിക്കുന്നത് ഹെൽപ്ഫുള്ളല്ല. നമ്മളുടെ തോട്ട് പാറ്റേൺസിൽ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ കൊണ്ടുവരണം, അല്ലേ? അതല്ലേ അഡാപ്റ്റീവായിട്ടുള്ളത്, അല്ലേ? ആ ഒരു ആ ഒരു അഡാപ്റ്റബിലിറ്റി ഇല്ലാതെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും ആളുകളുടെ മെൻ്റൽ ഹെൽത്തിന് അതൊട്ടും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലേക്ക് ആയിരിക്കില്ല പോവുക. അമിതമായിട്ടുള്ള സ്ട്രെസ് അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അതിന് ഫലമായിട്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടേതായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ചൂസ് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. അതിൻ്റെ അർത്ഥം ഒരിക്കലും പക്ഷേ വേറൊരാളെ നമുക്ക് ഡീഗ്രേഡ് ചെയ്യാം എന്നുള്ളതും അല്ല. ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോട്ടെ. എന്നാൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ചൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റും നമുക്കുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ട്രോമ നിരന്തരം സഹിക്കണം എന്നുള്ളതും അല്ല, അല്ലേ? അവിടെ അതിൻ്റെ ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ അതിനെ കാണുക എന്ന് പറയുന്നത് നമ്മളുടെ ചിന്താരീതികൾക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുന്ന കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ കണക്കാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വർക്കബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ളത്, വർക്കബിൾ ആയിട്ടുള്ള ഒരു ടേക്ക് അവേ എന്നുള്ളത് ഈ വീഡിയോസിലുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും വർക്കബിൾ ആയിട്ടുള്ള ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത് നമ്മൾ പാനിക് ആവുക എന്നുള്ളതല്ല. അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ട്രോമ ബേസ്ഡ് ആയിട്ടുള്ള തെറപ്പി, ബൗണ്ടറീസ് വെക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ വേണ്ടുന്ന ഹെൽപ്പ് എടുക്കുക എന്നുള്ളത്, നമ്മളുടെ സ്കിൽ സെറ്റിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്, നമുക്ക് അവിടെ ആ ഡൈനാമിക്സിനെ പറ്റി മാത്രമല്ല എൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിലേക്കും ഉള്ള തിരിച്ചറിവ് കൊടുക്കുന്ന നെറേറ്റീവ്സ് ഉണ്ടോ എന്നുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല വീഡിയോസിലും കുറച്ചും കൂടി ആഴത്തിൽ ഡീപ്പ് ഡൈവ് ചെയ്ത് ആ ഒരു കണ്ടീഷനിങ്ങിനെ പറ്റിയിട്ടും നമുക്കുണ്ടാവുന്ന സെൽഫിലുണ്ടാവുന്ന ഹാമിനെ പറ്റിയിട്ടൊക്കെ കുറച്ചും കൂടി ഡീപ്പറായിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. കാരണം അതല്ലാതെ നമുക്ക് ഒരു കുറ്റപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ മാത്രം സംസാരിക്കുന്നത് ഒരിക്കലും നമുക്ക് ഹെൽപ്ഫുൾ അല്ല. സോ ഒരു ടേക്ക് അവേ എന്നുള്ള രീതിയിൽ നമുക്ക് വർക്കബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അതിനകത്തുണ്ടോ എന്നുള്ളതും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്.
അടുത്തതായിട്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ വിക്ടിംസിനുണ്ടാകുന്ന ട്രസ്റ്റ് ഇഷ്യൂ എന്നുള്ളത്. പലപ്പോഴും പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ്, ദൈവമേ ഇനി ഞാൻ ആരെ ട്രസ്റ്റ് ചെയ്യും എന്നുള്ളത്. നമ്മൾ അമിത വൈകാരികതയോടെ നമ്മൾ അവിടെ ഇതുപോലെയുള്ള പേജസും ഇതുപോലെയുള്ള വീഡിയോസും ഡീൽ ചെയ്യുമ്പോൾ, അമിതമായിട്ടുള്ള വൈകാരികതയോടെ നമ്മൾ അതിനെ ഡീൽ ചെയ്യുമ്പോൾ ആളുകൾക്ക് ആ ഒരു ദേഷ്യത്തിൽ നിന്നും ഫ്രസ്ട്രേഷനിൽ നിന്നും ഇറിറ്റേഷനിൽ നിന്നും ഫീൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ ആരെ ട്രസ്റ്റ് ചെയ്യും. ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് എന്നുള്ളത് ഒരിക്കലും ഒരു വ്യക്തിക്ക് ഹെൽപ്ഫുൾ അല്ല. അവിടെ പലപ്പോഴും ആ ഒരു തെറപ്പിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അയാൾക്ക് ആ ട്രസ്റ്റ് ഇഷ്യൂസിൽ വർക്ക് ചെയ്ത് മാനേജബിൾ ആയിട്ടുള്ളൊരു സ്പേസിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ എൻ്റെ ലൈഫിൽ സംഭവിച്ച ഈ ഒരു ട്രോമ എന്നുള്ളതിൻ്റെ അർത്ഥം എല്ലാ ആൾക്കാരും ഇങ്ങനെയല്ല എന്നുള്ള അഡാപ്റ്റീവ് ആയിട്ടുള്ളൊരു സ്പേസിലേക്ക് ആ വ്യക്തിക്ക് ഇമോഷണലി എത്തണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും തെറപ്പിയുടെ ഹെൽപ്പ് വേണ്ടി വന്നേക്കാം. അവിടെയാണ് പലപ്പോഴും ഇതിൻ്റെ പല വശങ്ങളെക്കുറിച്ചും ആ ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള പല അഡാപ്റ്റീവ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടും വരുന്നത്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് ഈ പറയുന്ന പാനിക്കിൻ്റെയും ഈ ഒരു ഫിയറിൻ്റെയും അമിതമായിട്ടുള്ള ഈ ഒരു ദേഷ്യത്തിൻ്റെയും അമിതമായിട്ടുള്ള ഈ ഒരു ഫ്രസ്ട്രേഷൻ്റെയും ബാക്കി പത്രം എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കും. വളരെ സെൻസിറ്റീവായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ, നാർസിസം ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ് തെറ്റായിട്ടുള്ള രീതിയിൽ ഈ വിഷയത്തിനെ ഡീൽ ചെയ്യുന്നത് എന്നും. അതുകൊണ്ട് തന്നെയാണ് എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ആണയിട്ട് പറയേണ്ടി വരുന്നതും. അവിടെ ആളുകളെ ഡിസ്റെഗുലേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല നമുക്കവിടെ വേണ്ടത്. ആളുകൾക്ക് ഗൈഡൻസ് കൊടുത്ത് അവിടെ വേണ്ടുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള വർക്കബിൾ ആയിട്ടുള്ള സ്പേസസ് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചുമതല എല്ലാ മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സിനോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്ന എല്ലാവർക്കുമുണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരം ഫാക്ടേഴ്സും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അവനവൻ്റെ മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്ത് അവനവൻ്റെ ട്രോമയിൽ വർക്ക് ചെയ്ത് ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു തിങ്കിങ് പാറ്റേണിലേക്കും അവനവൻ്റെ ബൗണ്ടറീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സേഫ് സ്പേസിൽ നിന്നുകൊണ്ട് ട്രോമ തെറപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വിൻഡോ ഓഫ് ടോളറൻസ് എന്നുള്ളത്. വിൻഡോ ഓഫ് ടോളറൻസിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ടുള്ള ഒരു സ്കില്ലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.